നമ്മുടെ വീടുകളിൽ ഭിന്നശേഷി പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, അവിവാഹിത പെൻഷൻ, വിധവാ പെൻഷൻ ഒക്കെ വാങ്ങുന്നവരുണ്ട്. തീർച്ചയായിട്ടും ഈ അറിയിപ്പുകൾ അവർക്ക് വേണ്ടിയാണ്. 3 വരുന്ന പ്രധാന അറിയിപ്പുകളാണ്. ഇത് കാണാതെ പോകരുത്. കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. ഇത് ഫുള്ളായിട്ട് വീഡിയോ കാണുക. പകുതി വെച്ച് നിർത്തി പോകരുത്. അത്ര ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ്. ഇനി അങ്ങോട്ട് വിവിധ പരിശോധനകൾ നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി പരിശോധനകൾ ആരംഭിച്ച് കഴിഞ്ഞു. ഇതിന് കാരണം എന്ന് പറയുന്നത് ചില സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഏതൊക്കെ സർട്ടിഫിക്കറ്റാണ് സമർപ്പിക്കുന്നത്, നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള അറിവുകളാണ് ഈ വീഡിയോയിൽ കൂടുതലായിട്ട് പറയുന്നത്. ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ചെയ്യുക. വീഡിയോ ഫുള്ളായി കാണുക, കാണാതെ പോരുത്. ഡോണ്ട് മിസ് ഇറ്റ് മൈ വീഡിയോ. ഇപ്പോൾ ഈ പരിശോധനയ്ക്ക് തുടക്കം കുറിക്കാൻ കാരണം സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ കാരണം ഒട്ടേറെ നഷ്ടങ്ങൾ സർക്കാരിനും ജനങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ ആനുകൂല്യം വാങ്ങുന്നതായിട്ട് കണ്ടെത്തി. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ അന്വേഷണത്തിന് തുടക്കം കുറിച്ചത്. ഇത് മാത്രമല്ല, ആഡംബര വീടുകൾ, അതുപോലെ 4 ചക്ര വാഹനങ്ങൾ, 1500 cc കൂടുതലുള്ള വാഹനങ്ങൾ, പിന്നെ 2 ഏക്കറിൽ കൂടുതലുള്ള സ്ഥലങ്ങളുള്ളവർ, പിന്നെ 2 നില കെട്ടിടമുള്ളവർ, വീടിൻ്റെ AC ഉള്ളവർ ഒക്കെ ഈ പട്ടികയിൽ നിന്ന് പുറത്താവും. പിന്നെ ഒരു കാര്യം മറന്നുപോയി, പ്രത്യേകം ഒരു മാസം 1 ലക്ഷം രൂപ കൂടുതൽ മാസ വരുമാനം ഉള്ളവരും പട്ടികയിൽ നിന്ന് പുറത്താവും. വാഹനങ്ങൾ ഉള്ളത് പോലും സർക്കാർ തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് പലിശ അടക്കം സർക്കാരിലേക്ക് തിരിച്ച് അടയ്ക്കണമെന്ന് സർക്കാർ അറിയിപ്പ് പുറത്തിറക്കി. ഇങ്ങനെ വാങ്ങുന്നവരെല്ലാവരും അർഹതപ്പെട്ടവരുടെ പിച്ചുചട്ടിയിൽ കൈയിട്ട് വരുന്ന ഇതുപോലത്തെ ഉള്ള ആളുകൾ ഇനിയും നിങ്ങളുടെ സമീപത്തോ അതോ നിങ്ങളോ വാങ്ങുന്നുണ്ടെങ്കിൽ 8ന്റെ പണിയാണ് കിട്ടാൻ പോകുന്നത്. പലിശ അടക്കം ഇത്ര നാളും വാങ്ങിച്ച ക്ഷേമ പെൻഷൻ 1600 രൂപ പലിശ അടക്കം നിങ്ങളിൽ നിന്ന് ഈടാക്കും സർക്കാർ. അപ്പോൾ അനുഗ്രഹമായി ഒരുപാട് ആളുകൾ ഇത് വാങ്ങുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് ക്ഷേമ പെൻഷൻ ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത്. ഇത് പാവപ്പെട്ടവനും ഒരു പക്ഷേ ബാധിച്ചേക്കാം. കാരണം ഇപ്പോൾ ചെറിയ വണ്ടിയെങ്കിലും ഇല്ലാത്ത ആരും ഒരു സ്ഥലത്തുമില്ല. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ ചെയ്ത ഈ തെറ്റ് പാവങ്ങളും ഒരു പക്ഷേ ചിലപ്പോൾ അയക്കാം. അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നു, എല്ലാ പ്രദേശത്തും വീടുകളിൽ നേരിട്ട് ഉദ്യോഗസ്ഥർ എത്തില്ല. പഞ്ചായത്ത് അടിസ്ഥാനം ആക്കിയാണ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ വന്നാണ് ഓരോ വീടിലും പരിശോധിക്കുക. വീടിൻ്റെ AC, വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്നിവ കാര്യങ്ങളാണ് വീടിൻ്റേതായ പരിശോധന ഉൾപ്പെടുത്തുക. പിന്നെ വീട് സ്ഥലം, പിന്നെ ടൈലിട്ടിട്ടുണ്ടോ, AC ഉണ്ടോ, AC ഉള്ളവരൊക്കെ അനധികൃത പട്ടികയിലാണ് പെടുക. ഇതൊക്കെ അറിയുന്നതിന് വേണ്ടി സർക്കാർ വിവിധ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് വാഹനങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ എല്ലാ വീട്ടിലും എത്തിച്ചേരണമെന്നൊന്നുമില്ല. മോട്ടോർ വാഹന വകുപ്പിൽ അന്വേഷിക്കും. രജിസ്ട്രേഷൻ വകുപ്പൊക്കെ സഹകരിച്ചാണ് നമ്മുടെ നിയമ നിർമ്മാണങ്ങൾ പുതിയതായി സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത്. പിന്നെ എല്ലാ മാസ മസ്റ്ററിങ് നിർബന്ധമാക്കുകയാണെന്നാണ് സൂചന. ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത് കിടപ്പ് രോഗികളെയാണ്. സർക്കാർ വീടുകളിൽ ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ അവരുടെ കയ്യിലൊരു ഇലക്ട്രിക് ഡിവൈസ് കാണും. അതിൻ്റെ അകത്ത് ഫേസ് മസ്റ്ററിങ് എന്ന രീതിയിലാണ് എല്ലാ മാസവും ഫേസ് മസ്റ്ററിങ് കാണിച്ച് അവിടെ തെളിഞ്ഞിട്ടാണ്
പൈസ കൈകളിലേക്ക് കൈമാറുള്ളൂ. പിന്നെ അക്കൗണ്ട് വഴി സ്വീകരിക്കുന്ന ആൾക്കാർക്ക് ആധാർ കാർഡായിട്ട് ലിങ്ക് ചെയ്യണം അക്കൗണ്ട്. സാമ്പത്തികമായി പുരോഗതിയുള്ള വ്യക്തികളെയാണ് ഇത് ഇന്ന് പുറത്താക്കുക. അതുകൊണ്ട് നോർമൽ വ്യക്തികൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. വാഹനം ഉണ്ടെന്ന് കരുതിയ വരുമാനം അതുപോലെ വീട് എല്ലാം ഒന്നിച്ചു വരുന്ന വ്യക്തികളെയാണ് പുറത്താക്കുകയുള്ളൂ. അപ്പോൾ പെൻഷൻ ഉപഭോക്താക്കൾ മരിച്ചു കഴിഞ്ഞാൽ പെൻഷൻ വാങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ? അതുപോലെയുള്ള തട്ടിപ്പുകൾ നിർത്തലാക്കാനാണ് സർക്കാരിൻ്റെ ഈ തീരുമാനം. അങ്ങനെ സർക്കാരിന് കോടികൾ ചിലപ്പോൾ ലാഭം കിട്ടിയേക്കാം. സാമ്പത്തികമായി ഒരുപാട് മെച്ചപ്പെടാൻ സർക്കാരിന് ഈ ഒരു രീതിയിൽ സാധിച്ചേക്കാം. അപ്പോൾ ക്ഷേമ പെൻഷൻ അടുത്ത വർഷം 200-300 കൂട്ടാൻ ചാൻസ് ഉണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇങ്ങനെ അനുഗ്രഹമായിട്ട് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സർക്കാരിന് ഇമെയിലായിട്ടും കത്തായിട്ടും പരാതികൾ വന്നിരിക്കുന്നത്. ഇതൊക്കെ നടപ്പിലാവുന്നത് 2025 കാലഘട്ടത്തിലായിരിക്കും. അത് ആവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഈ ക്രിസ്മസിന് ഒന്നും ആരും പേടിക്കേണ്ട. 3200 ഇപ്പോൾ നിലവിൽ പെൻഷൻ വാങ്ങുന്ന എല്ലാ സാധാരണക്കാരുടെ അക്കൗണ്ടിലെത്തും. പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അക്കൗണ്ടിൽ മാത്രമായിരിക്കും ചിലപ്പോൾ താമസിച്ച് എത്തുകയുള്ളൂ. കാരണം പരിശോധിച്ച് എല്ലാ നിയമങ്ങളും പാലിച്ചിട്ടുണ്ടോ എന്ന് തെളിഞ്ഞിട്ടായിരിക്കും സർക്കാർ ജോലിക്കാരുടെ പെൻഷൻ എത്തുകയുള്ളൂ. ഭിന്നശേഷിക്കാരുടെ വികലാംഗക്കാരുടെ വാർദ്ധക്യകാല പെൻഷനൊക്കെ നേരത്തെ എത്തുന്നല്ല, 25-നുള്ളിൽ ഡിസംബർ 25-നുള്ളിൽ എത്തും ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഇതുപോലത്തെ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആൾക്കാരിലേക്ക് അറിവുകൾ പകർന്നു കൊടുക്കുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. വീഡിയോ കാണുന്ന ആൾക്കാർ ഒന്ന് സബ് ചെയ്ത് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുന്ന ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾ അപ്പോൾ തേടിയെത്തും. എൻ്റെ ഇൻസ്റ്റഗ്രാം ID ജനപ്രിയ നായകൻ എന്നാണ്. ഇൻസ്റ്റഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി, മലയാളത്തിലോ ഇംഗ്ലീഷിലോ. അപ്പോൾ ഒരുപാട് നന്ദി എല്ലാവരോടും. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം. പിന്നെ ഞാൻ തന്നെ നടക്കില്ല, ഹാൻഡിക്കാപ്പഡാണ്. അപ്പോൾ എനിക്ക് പരിമിതികളുണ്ട്. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ക്ഷമിച്ച് പുറത്ത് എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. നന്ദി, നമസ്കാരം.